നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ആദ്യ പേരുകാരനായ പ്രതിഭയാണ് ജെ.സി. ഡാനിയേൽ. മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ്. സിനിമ എന്ന മായിക കലയിലേക്ക് കുതിക്കാൻ വെമ്പുന്ന അതിശക്തമായ ഒരു മനസ്സിന്റെ ചിറകിലേറിയാണ് ജെ.സി. ഡാനിയേൽ മലയാള സിനിമയ്ക്ക് ജന്മം നൽകിയത്. അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം വിഗതകുമാരൻ പിറവിയെടുക്കുകയായിരുന്നു. 1893 ഏപ്രിൽ മാസം 19 അഗസ്തീശ്വരത്താണ് ജെ.സി. ഡാനിയേൽ എന്ന പ്രതിഭ പിറവിയെടുത്തത്. ചെറുപ്പത്തിൽ തന്നെ കുട്ടി ഡാനിയേലിന്റെ മനസ്സിൽ സിനിമയും ആയോധന കലയും ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ എങ്ങനെ സിനിമ പിടിക്കും എന്നതായിരുന്നു ഡാനിയേലിന്റെ ചിന്ത. ചലച്ചിത്രത്തിന്റെ സാങ്കേതിക വശങ്ങൾ പഠിക്കാനായി അദ്ദേഹം മദ്രാസിലേക്ക്, ഇന്നത്തെ ചെന്നൈയിലേക്ക് വണ്ടി കയറി. പക്ഷേ ഡാനിയേലിന് ഒരു വിദ്യാർത്ഥിയായി പോലും അവിടുത്തെ സ്റ്റുഡിയോകളിൽ പ്രവേശിക്കാൻ ആരും അനുവദിച്ചില്ല. പക്ഷേ സിനിമയോടുള്ള മോഹം അഗ്നി പോലെ അദ്ദേഹത്തിനുള്ളിൽ പടർന്നു പിടിച്ചിരുന്നു. തോൽക്കാൻ തയ്യാറല്ലാതിരുന്ന ജെ.സി. അവിടെ നിന്ന് നേരെ ബോംബെയിലെത്തി. ചലച്ചിത്ര സംവിധാനം പഠിച്ചു. മുംബൈയിൽ നിന്നും തിരിച്ചെത്തിയ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. തുടർന്നാണ് വിഗതകുമാരന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സിനിമയുടെ നിർമ്മാണ ചെലവുകൾ അദ്ദേഹത്തെ കുഴക്കിയെങ്കിലും അതിനുള്ള പോംവഴി കുറച്ച് വലുതായിരുന്നു. മറിച്ചൊരു ആലോചനയ്ക്ക് കാത്തു നിൽക്കാതെ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം പനച്ചമൂട് എന്ന സ്ഥലത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന 100 ഏക്കർ സ്ഥലം വിൽക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പണം കണ്ടെത്തി. സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിന് തിരുവനന്തപുരത്ത് അദ്ദേഹം തുടക്കം കുറിച്ചു. അക്കാലത്ത് 4 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വിഗതകുമാരൻ എന്ന ചിത്രം പൂർത്തിയാക്കിയത്. ചിത്രീകരണം പൂർണ്ണമായും കേരളത്തിൽ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് PSC ഓഫീസിന് സമീപം അഭിഭാഷകനായ നാഗപ്പൻ നായരുടെ വസതിയിലായിരുന്നു പ്രധാന ലൊക്കേഷനായി തെരഞ്ഞെടുത്തത്. 1928 നവംബർ 7 വിഗതകുമാരന്റെ ആദ്യ പ്രദർശനം നടക്കുന്നത്. തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലും നാഗർകോവിൽ പയനിയർ തിയേറ്ററിലുമാണ് വിഗതകുമാരൻ ആദ്യമായി പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് ആലപ്പുഴ പൂപ്പള്ളിയിലുള്ള സ്റ്റാർ തിയേറ്ററിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. രക്ഷിതാക്കളെ വേർപിരിഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതമായിരുന്നു അതിലെ കഥാതന്തു. അദ്ദേഹത്തിന്റെ മകൻ സുന്ദർ തന്നെയായിരുന്നു ചിത്രത്തിലെ നായകനും. ആയോധന കലകളോടുള്ള ദാനിയേലിന്റെ ആഭിമുഖ്യം മൂലം ചിത്രത്തിൽ കളരിപ്പയറ്റ് രംഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിഗതകുമാരന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. പുതിയ വിസ്മയം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട വിഗതകുമാരന് പോരടിക്കേണ്ടി വന്നത് ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകളോടായിരുന്നു. റോസി എന്ന രാജമ്മ അതൊരു കീഴാള സ്ത്രീയായി, നായർ സ്ത്രീയായി സിനിമയിൽ അഭിനയിക്കുന്നതെന്നറിഞ്ഞ് യാഥാസ്ഥിതികരായ സവർണർ രോഷാകുലരായി. അവരുടെ പ്രതികരണം വളരെ വലുതായിരുന്നു. ചിത്രത്തിന്റെ പ്രദർശനം തടയുക മാത്രമായിരുന്നില്ല, പകരം അതിലെ നായിക റോസിക്ക് നിരവധി പീഡനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനെ വിഗതകുമാരന്റെ ആദ്യ പ്രദർശനം തന്നെ അലങ്കോലപ്പെട്ടു. വിഗതകുമാരന്റെ വിധി പിന്നീട് മറ്റൊന്നായിരുന്നു. ജെ.സി. ഡാനിയേലിന്റെ ഇളയ മകൻ ഹാരിസ് തന്റെ 6-ാം വയസ്സിൽ കളിക്കിടയിൽ ഫിലിം തീയിട്ട് നശിപ്പിച്ചതിനാൽ ചിത്രത്തിന്റെ പ്രിന്റും ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ചിത്രം ഒരു പരാജയമായിരുന്നു. ഒറ്റയാനായി പടം പിടിക്കാൻ ഇറങ്ങിയ ജെ.സി. ഡാനിയേൽ കടബാധ്യതകളിൽ മുങ്ങി. സ്റ്റുഡിയോയും ഉപകരണങ്ങളും എല്ലാം വിൽക്കേണ്ടി വന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അഗസ്തീശ്വരത്തേക്ക് തിരികെ പോയി. ഉപജീവനത്തിന് ദന്തചികിത്സകനാകാൻ തീരുമാനിച്ച ഡാനിയേൽ മുംബൈയിലും ചെന്നൈയിലുമായി ഇതിനുവേണ്ടി പഠനം നടത്തി. മദിരാശി, നെയ്യാറ്റിൻകര, കാരക്കുടി, അഗസ്തീശ്വരം എന്നിവിടങ്ങളിൽ ദന്താശുപത്രികളും നടത്തേണ്ടി വന്നു. സംസ്ഥാന സർക്കാർ അവശ്യ കലാകാരന്മാർക്കായി 300 രൂപ പെൻഷൻ ആദ്യമായി ഏർപ്പെടുത്തിയപ്പോൾ അപേക്ഷകരുടെ പട്ടികയിൽ ആദ്യ സംവിധായകനും നിർമ്മാതാവും ഛായാഗ്രാഹകനും ഒക്കെ ആയിരുന്ന ദാനിയേലും ഉണ്ടായിരുന്നു. അതേസമയം സൂക്ഷ്മ പരിശോധനയിൽ മലയാള സിനിമയുടെ പിതാവിന്റെ അപേക്ഷ തള്ളപ്പെട്ടു. നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ആ ആനുകൂല്യവും ജെ.സി. ഡാനിയേൽ എന്ന ചലച്ചിത്രകാരന് നഷ്ടമായി. നിശബ്ദ ചിത്രമായതിനാൽ വിഗതകുമാരനെ മലയാള സിനിമയായി പരിഗണിക്കാനാവില്ലെന്നും ദാനിയേലിന്റെ സ്വദേശം അഗസ്തീശ്വരത്തായതിനാൽ അദ്ദേഹത്തിന്റെ മാതൃഭാഷ മലയാളം തന്നെയാണോ എന്നത് സംശയകരമാണെന്നും പരിശോധനാ സമിതി വിലയിരുത്തി. വസ്തുതകൾ ബോധിപ്പിക്കാൻ ദാനിയേൽ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ദാനിയേൽ അന്തരിക്കുന്നത് 1975
വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ജാനറ്റ് ഡാനിയലിന് സർക്കാർ പെൻഷൻ അനുവദിച്ചു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കായി സംസ്ഥാന സർക്കാർ 1992 JC ഡാനിയലിന്റെ പേരിൽ 1 ലക്ഷം രൂപയുടെ പുരസ്കാരം ഏർപ്പെടുത്തി. മലയാള ചലച്ചിത്രത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ സൃഷ്ടിയും തിരസ്കാരങ്ങളുടെ പട്ടികയിലേക്ക് മറഞ്ഞുപോയി കഴിഞ്ഞു. എങ്കിലും ചരിത്രമായി ഇന്നും